ഹായ് മക്കളെ. അപ്പോൾ അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. രാവിലെ ചായയൊക്കെ കുടിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മുടെ പാവലിൽ നിന്ന് കുറച്ച് പാവയ്ക്ക് വെച്ചിട്ടുണ്ട്. അമ്മ അത് രാവിലെ ഇരുന്ന് അരിയുക നമുക്കിത് ഉണക്കാൻ വേണ്ടി കണ്ടോ. സൂപ്പർ പാവയ്ക്ക കേട്ടോ. പിന്നെ നമ്മുടെ ചെടിക്കുട്ടന്മാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ രാവിലെ ഇരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഇവരുടെയൊക്കെ ഭംഗി കാണുമ്പോൾ ഒരു രസം. അപ്പം ഞാനേ ഇത് അരിയുക. അപ്പോൾ നമ്മളെ വീട്ടിൽ പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കൊക്കെ പാവയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഉണക്കുക കേട്ടോ. ഇത് ഉണക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ മോൻ വരുമ്പോഴേ അവർ പാവയ്ക്ക തോന്നുന്നത് ഇഷ്ടമല്ല, വറുത്ത് കൊടുക്കാനാണ്. അങ്ങനെ കുറച്ച് പാവയ്ക്ക വയറ്റി ചെല്ലുമല്ലോ, അത് നമുക്കിത് ഉണക്കാം. പിന്നെ നമ്മളെ പൂവുണ്ടാകും. നമ്മളൊരു പിന്നെ എന്തുവാ ആ തൂക്കുന്ന പ്ലാന്റ് ഉണ്ടാകും, പേരങ്ങ് മറന്നു. അതിനകത്ത് നല്ല കളറും, പക്ഷേ ഇത് പിടിക്കുമ്പം ബ്രൗൺ കളറും വിടരുമ്പം മജന്ത കളറും കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. അത് പിടിക്കുമ്പോൾ അത് ബ്രൗൺ കളറും വിടരുമ്പം മജന്ത കളറിനൊക്കെ ആ വെള്ള പുള്ളി നല്ല രസമാണ്. പിന്നെ ചെടികളൊക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിക്കകത്ത് ഒരുപാട് പൂ പിടിച്ചു കേട്ടോ. അത് കാണണ്ടേ, കണ്ടോ ഒരുപാട് പൂ പിടിച്ചേ. പിന്നെന്തുവാ, പിന്നെ നമ്മുടെ ലില്ലിക്കകത്ത് പൂവന്ന് കണ്ടോ. ലില്ലിക്കകത്ത് ഒരു പൂ വന്നിട്ടുണ്ടോ. പിന്നെ നമ്മൾ മഞ്ഞ ജമന്തി വിടർന്ന് കണ്ട, മഞ്ഞ ജമന്തി അത് വിടർന്ന് കണ്ട. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് പിന്നെ ഉണക്കാൻ വെച്ചിട്ട് കുഴക്കട്ട ഇരിപ്പുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ. അപ്പോൾ അത് നമുക്ക് ചൂടാക്കണം, ചൂടാക്കിയിട്ട് കഴിക്കണം. നിങ്ങളൊക്കെ രാവിലെ കാപ്പി ഉണ്ടാക്കിയോ? പിന്നെ സാമ്പാർ ഇന്നലെ രാത്രി വെച്ച് സാമ്പാറുണ്ട്. പിന്നെ മീൻവെള്ളം വരുവാണെങ്കിൽ നോക്കാം. അപ്പം മേലെ അരിയട്ടെ. എല്ലാവരും തന്നെ കാപ്പി കുടിച്ചു. അപ്പം അമ്മ കാപ്പി കുടിച്ചില്ല, കുഴക്കട്ട ഇട്ടവിടെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് വെച്ചേക്കുക. ഇനി വേണം കഴിക്കാൻ. അപ്പോഴേ അമ്മക്ക് ഇച്ചിരി കാര്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്ടേ അമ്മ ഒരു 5-6 ഉള്ളൂ. അമ്മ അത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിത് പീര പറ്റിക്കും. അപ്പോൾ നാളെ അമ്മ അരി ഇറപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി താണ്ട തിളച്ച് അരി വേവായി. പിന്നെ നമുക്ക് നല്ല രാത്രി സാമ്പാർ വെച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അമ്മ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ ചൂടാക്കി. അപ്പോൾ നമുക്ക് ഇച്ചിരി പീര കൂടെ പറ്റിക്കും. അപ്പം അത് രണ്ടും മതി. അതാ നമ്മൾ കാറിൽ കണ്ടിച്ച് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇലിമ്പിച്ചരിഞ്ഞില്ലാത്തോട്ട് ഇടാം. ഇലിമ്പിച്ച 5-6 ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇലിമ്പിച്ച ഇട്ട് പീര വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റാട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഇലിമ്പിക്കൊക്കെ ഇട്ട് പറ്റിച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഈ ഇലിമ്പിക്ക ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പീര പറ്റിച്ചാന്ന് വിചാരിച്ചത്. ഭയങ്കര ടേസ്റ്റല്ലേ. ഇത് സാമ്പാർ സൂപ്പർ. ഇത് രണ്ടും മതി, അത് തന്നെ ധാരാളം. അതാ നമ്മുടെ പച്ചമുളകുണ്ട്. നമുക്ക് പച്ചമുളകും കൂടെ, നല്ല എരിയുള്ള കുഞ്ഞു മുളകാട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലെ താത്ത തന്ന മുളകാണ്. അപ്പം നമുക്ക് അതും കൂടെ അങ്ങോട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇടാം. ഒരു 7 ഇട്ടോ മുളക് കേട്ടോ. മുളകായത് കൂടുതൽ. പിന്നെ ഉപ്പ് കണ്ട, ആ ഉപ്പ് കൂടെ ഇച്ചിരി അങ്ങോട്ട് എരിയിടാം. നമ്മൾ പീരയ്ക്ക് അമ്മ അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ചല്ല, ചതച്ചിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരിച്ചിരി മുളക് പൊടിയുള്ളേ, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ പീര വെച്ചിരിക്കുന്നതെന്ന് അറിയാം, എന്നാലും ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കലക്കാം. കണ്ട അരപ്പിനകത്തോട്ട് കലക്കിയിട്ട് നമുക്ക് പീര വെച്ചതിനകത്തോട്ട് വെച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടേ. കാരലാണ്, നല്ല മുള്ള് കാണും. ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇളക്കാൻ. മുള്ള് കണ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുള്ള് കാണും. അതാണ് ഈ കാരലിൻ്റെ പ്രത്യേകത. പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഉണ്ടോ അത് ഇളക്കി ഓക്കെ. ഇത്രയും വെള്ളം കണ്ട. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അരി ഒന്ന് അരിക്കോട്ടെ. കരി അരി ഭയങ്കര കാറ്റ് ഇവിടെ കേട്ടോ. ഭയങ്കര കാറ്റ്. ഒരു
കത്തിച്ച് നോക്കാം. ആയിക്കോട്ടെ. ഇവിടെ നമ്മുടെ പീരവറ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് പറ്റട്ടെ, അരിയും തിളക്കട്ടെ. അമ്മ ഇത് കഴുകി വെച്ചിട്ടേ നമുക്കിനി കഴിക്കാം. അമ്മ ഇത് കഴുകി വെച്ചിട്ട് വരട്ടെ. അപ്പോഴേ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നതാണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ട്, എന്നാലും നമുക്ക് ഇതിനകത്ത് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളൊക്കെ ഞാൻ കാപ്പി കുടിച്ചാൽ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ കുഴക്കട്ടെ. അപ്പോൾ കളയാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് അമ്മയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇപ്പോൾ ചൂടാക്കി ഒരു പഞ്ചാരയൊക്കെ ഇട്ടു. തേങ്ങാപ്പാലിനകത്ത് ഉണ്ടാക്കിയത് കഴിയട്ടാ. പെയിൻറ്റോട് പെയിൻ്റടി കുറേ പൊട്ടിയ പൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് ചെടി നടാൻ വേണ്ടി പെയിൻ്റ് അടിച്ചത്. അതാണ്ട മൊത്തം പെയിൻറ്റാണ്. ആ പെയിൻറ്റ് അത് വൃത്തിയാണ്. പക്ഷെ അതുവരെ വിശപ്പതാകത്തില്ല. അപ്പം ആഹാരം കഴിക്കണ്ടേ? നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ വിശക്കുന്നവരാണ് ചോറ് കഴിക്കാം. അപ്പോൾ നമുക്ക് ചോറ് കാണണം. കഴുകുകയൊക്കെ ചെയ്ത് എന്നാലും പെയിൻ്റുണ്ട്. അപ്പം അതെല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ വിശപ്പടങ്ങത്തില്ലല്ലേ. അതുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം. ആക്രാന്തമല്ല, വിശപ്പാണ്. നമ്മളതാണ് പീര വറ്റിച്ചില്ലായിരുന്നോ, അതുകൊണ്ട് എടുക്കാം. കാറിൽ എലുമ്പിച്ചിട്ട് പീര വറ്റിച്ചതും പിന്നെ നമ്മുടെ സാമ്പാർ കുറച്ച് സാമ്പാർ കുറച്ച് മതി. സാമ്പാർ പീര വറ്റിച്ചതും ചോറ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ, വിശക്കുന്നു. അമ്മ അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നല്ല പൂജയായിരുന്നു കേട്ടോ. പൂജയൊക്കെ കണ്ടിട്ട് വന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയതാണ്ടേ. തിരളിയപ്പം കിട്ടി, പിന്നെ ഉണ്ണിയപ്പം കിട്ടി, പിന്നെ അൽക്കൂരി അമ്മ ഒരു കടയിൽ വാങ്ങിച്ചതാണ്. പിന്നെ പഴം കിട്ടി, പിന്നെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടായിരുന്നേ. അമ്മ അതോടെ വാങ്ങിക്കൊണ്ട് വന്നു കണ്ടോ. അവിടുന്ന് കഴിച്ച് പിന്നെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നു. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിപ്പോൾ വിശപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചു. സൂപ്പർ പൂജയായിരുന്നു കേട്ടോ. ഉത്സവമാണ് ഫെബ്രുവരി 3-ാം തീയതി. അപ്പോൾ ഇനി ഞാൻ പോകും കേട്ടോ. ഇനി പിന്നെ 7-ാം ഉത്സവത്തിന് അന്ന് പോകണം. പിന്നെ പൂജയൊക്കെ കണ്ട് വന്ന് ഇനി വല്ല കഴിച്ചു, ഇനി മരുന്ന് കഴിക്കണം, കിടന്നുറങ്ങണം. അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് പെയിൻറ്റിൻ്റെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ അതൊന്നും ശരിയായിരിക്കും. നാളെ മറ്റന്നാളൊക്കെ അത് ശരിയാക്കണം. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അമ്മ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.